നിങ്ങളൊക്കെ ഈ പ്രദേശത്ത് പൊതുപ്രവർത്തകരാണ്, ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു? ഇന്ന് കുറച്ചു മുമ്പാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് നമ്മുടെ വാർഡ് മുൻ മെമ്പർ കൂടിയായിട്ടുള്ള ആള് വാഹനത്തിൽ വരുന്നത്. അപ്പോഴാണ് അവര് മറ്റേ ഇവിടെ ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് എന്നറിഞ്ഞു. ഈ പൈസ കൊടുക്കുന്ന കാര്യം ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനു മുമ്പ് അപ്പോഴേ സൂചിപ്പിച്ച ഒരു ക്ഷേത്രത്തിൽ വന്ന് 50,000 രൂപ എന്തോ കൊടുത്തു എന്ന് അവിടുത്തെ ആളുകൾ പറയപ്പെട്ടു. നിരന്തരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇന്നാണ് ഇത് കൊടുത്തതിന് വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നത്? അതെ, നേതൃത്വത്തെ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവര് അത് നോക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകാനുള്ള നൽകും. അപ്പൊ അവരോട് അറിയിച്ചിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സമാനമായ അങ്ങനെ നമ്മുടെ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥി മോഹങ്ങളും നിയമസഭാ മോഹങ്ങളൊക്കെ അങ്ങനെ അങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത പരിപാടി കേൾക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് വോട്ട് ഉണ്ടെങ്കിൽ ജയിക്കും, വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ളതിൽ നിൽക്കുമ്പോൾ എന്തിനിങ്ങനെ നാണം കെട്ട പരിപാടി കേൾക്കണം? ഇപ്പോഴെന്താ വീണെടുക്ക കിടന്ന് ഉരുളുകയാണ്. കാരണം ജനങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. പൈസ കൊടുത്ത കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പൈസ വാങ്ങിച്ചവർ ഉരുണ്ട് കളിക്കുന്നത് മനസ്സിലായിട്ടുണ്ട്. മരുന്ന് വാങ്ങിക്കാനാണ് പൈസ കൊടുത്തത് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറയുന്ന കേൾക്ക്, അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ അങ്ങ് പിടികൂടാൻ വേണ്ടിയിട്ട് ഇത് ഉത്തരേന്ത്യയൊന്നുമല്ല. അതാണ് മനസ്സിലാക്കിയത്. ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ജനങ്ങളല്ല. ഉത്തരേന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ സംഭവമൊക്കെ നടക്കുമെന്ന് വിചാരിക്കുക. ഈ കേരളത്തിലൊക്കെ വന്നിട്ട് ഇമാതിരി പോകൃത്തരം കാണിക്കണം. അതാ എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഏത് വിധേനയും ജയിക്കണം, ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളെ അങ്ങോട്ട് കയറ്റത്തുള്ളൂ. അവിടെ ഒരു വലിയാശാൻ ഇരിക്കുന്നുണ്ട് ഡൽഹിയിൽ, അങ്ങോട്ട് കയറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം എന്നുള്ള ഭീഷണിയൊക്കെ ചിലപ്പോഴുണ്ടാകാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് എവിടെ പോയി വോട്ട് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കണക്കുകൾ കൊടുക്കേണ്ടി വന്നേക്കാം. അങ്ങനെ കുറച്ച് വോട്ടെങ്കിലും വേണോ എന്ന് കരുതിയിട്ട് ഇവരൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇവർക്കൊക്കെ അറിയാം ഇവിടെ ഒന്നും ജയിക്കാൻ പോകുന്നില്ല എന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് പിഷാരിയെ തടഞ്ഞത് നമ്മൾ കണ്ടതല്ലേ. അതായത് പിഷാരടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, ഇനി കോൺഗ്രസോ മാർക്സിസ്റ്റോ BJP ആരോ ആയിക്കോട്ടെ, എല്ലാവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് കേരളം. അത് ആരായി കഴിഞ്ഞാലും തടഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ ഒറ്റക്കെട്ടായിട്ട് നേരിടണം. അത് ഏത് പാർട്ടിക്കാരായി കഴിഞ്ഞാലും അതാ വേണ്ടത്. ഏത് പാർട്ടിക്കാരായി കഴിഞ്ഞാലും ശരി, അവരെ ഒറ്റക്കെട്ടായിട്ട് തന്നെ നേരിടണം. അതാണ് വേണ്ടത്. അവിടെയാണ് പൈസ കൊടുത്തിട്ട് അവരെ ഇങ്ങോട്ട് തങ്ങൾക്ക് വിലക്കെടുക്കാൻ കഴിയുമോ എന്നൊക്കെ നോക്കിയിട്ട് ഇപ്പം നാണം കെട്ടിരിക്കുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പുതിയൊരു ഉഡായിപ്പുമായിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ തന്നെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാണ് പറയുന്നത്. അത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു സ്ത്രീയുടെ മുന്നിൽ അങ്ങനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത്രമാത്രം മണ്ടന്മാരാണോ ഈ കാറിൽ വന്നവർ? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. എന്ത് രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കാണിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഇവർ വീണെടുക്ക കിടന്ന് ഉരുളെന്നാണ്. ഇവരുടെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു, ജനങ്ങളെല്ലാം അറിഞ്ഞു. ഇനിയിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വന്ന് ചിലപ്പോൾ പേര് തന്നെ മാറ്റിയേക്കാം. അതായത് ഇവിടെ ഇനി നിങ്ങളുടെ സേവനമില്ല, ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് നിയമസഭയിൽ പോയിട്ടും കാര്യമില്ല. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങേണ്ടി വരും. ഒരു സ്ഥാനാർത്ഥിയാന്ന് ഡയറക്റ്റായിട്ട് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ശോഭാ സുരേന്ദ്രൻ കലൗട്ട് ഉടച്ചു എന്നേ ഞാൻ പറയുള്ളൂ. ജയിക്കാനുള്ള ചെറിയ ചാൻസ് എങ്കിലും ഇനി ജീവിതകാലത്തിൽ ഈ നാണക്കേടിൽ നിന്ന് മുക്തയാകാൻ കഴിയില്ല. അതായത് പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഇത്രയും വൃത്തികെട്ട ഒരു സ്വഭാവം ലോകത്തില്ല. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പല സംസ്ഥാനങ്ങളിലും മന്ത്രിമാരെയും MLA-മാരെയും അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വിലക്കെടുക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ചില MLA-മാരെ അവിടുന്ന് കോടികൾ കൊടുത്തെടുക്കുന്നു, ഇവിടുന്ന് കോടികൾ കൊടുത്തെടുക്കുന്നു, കുറെ MLA-മാരെ ഗോവയിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കളികളൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഏതായാലും അതൊന്നും കേരളത്തിൽ നടക്കില്ല എന്ന് പൂർണ്ണമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ട്. പക്ഷെ കേരളത്തിലും കൂടി അങ്ങനെ നടത്തണം എന്ന് കരുതിയിട്ട് ചില ആൾക്കാർ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എങ്ങനെയെങ്കിലും ഒരു MLA സൃഷ്ടിച്ചെടുക്കണം, ഇല്ലെങ്കിൽ നാണക്കേടാണ്, ഇല്ലെങ്കിൽ ഡൽഹിയിലുള്ളവരെ പിണങ്ങും. പക്ഷെ ഒരു കാര്യം എൻ്റെ പൊന്നു സഹോദരിമാരെ, ആദ്യം നിങ്ങളുടെ സ്വഭാവം മാറ്റി. അതാണ് വേണ്ടത്. ആദ്യം സ്വഭാവം മാറ്റി, പിന്നെ പ്രവർത്തന രീതികൾ മാറ്റി. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, മലയാളികൾ അങ്ങനെ ബുദ്ധിശൂന്യരല്ല. അതായത് ഇവിടെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അത് നിങ്ങൾക്കും അറിയാം. അതാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിലുള്ള സുഖവും സമാധാനവും സന്തോഷവും എന്താണെന്ന് കൃത്യമായിട്ടും ഇവിടെ ഓരോരോ ആൾക്കറിയാം. പിന്നെ ഇപ്പോഴും നമ്മൾ കാട്ടിക്കൂട്ടുന്ന എന്താ, പിണറായി വിജയനെ എങ്ങനെയൊന്ന് മാറ്റിയിട്ട് സതീശന് വരാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് മാത്രമാണ്. അതിപ്പോൾ കോൺഗ്രസ്സുകാർക്കും അറിയാം ഇവിടെ ഏറ്റവും നല്ല ഭരണം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ കാര്യങ്ങളൊക്കെ സുഗമമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും നമ്മുടെ സതീശ് ഏട്ടനോ അല്ലെങ്കിൽ മറ്റേ ഇയാൾക്ക് ഒരു മോഹമുണ്ട്. അതിന് നമ്മൾ തടയിടുന്നൊന്നുമില്ല. ആരായി കഴിഞ്ഞാലും ഭരിച്ചോട്ടെ.
വേണ്ടോട്ടെ, അതൊന്നും ഒരു കുഴപ്പവുമല്ല. ഞാൻ പറഞ്ഞല്ലോ ഇന്നാൾ തന്നെ വേണ്ട, ഇനിയിപ്പം പൈസ കൊടുക്കാതെ BJP വരുന്നത് അവർ വന്നോട്ടെ, അതിനും കുഴപ്പമില്ല. പക്ഷേ ഇമ്മാതിരി തൊട്ടിത്തര പരിപാടി നടത്തരുത്. പൈസ കൊടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഉരുണ്ട് കളിക്കുക. കാരണം അമ്മാതിരി തോന്നിവാസം നമ്മുടെ നാട്ടിൽ വന്നാൽ ഈ പൈസയൊക്കെ മുതലാക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെ അഴിമതി കാണിക്കും നിങ്ങൾക്കറിയോ? അതായത് ഈ പൈസ കൊടുത്ത് വോട്ട് വാങ്ങിയവർ വെറുതെ ഇരിക്കോ? ഒരിക്കലും വെറുതെ ഇരിക്കത്തില്ല. അവർ നമ്മുടെ നാട് സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടിരിക്കും. ഉള്ള കാര്യം പറയുന്നത്, നമ്മളിനി ആരെങ്കിലും കൊള്ളയടിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കണം. അതിനെതിരെ നമ്മൾ ഇതൊക്കെ കൊണ്ടുവരണം, തെളിവുകളെല്ലാം കൊണ്ടുവരണം. പക്ഷെ ഇതുപോലെ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവറ്റകൾ എന്താ ചെയ്യുക? ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഇത് ഈടാക്കാൻ വേണ്ടിയിട്ട് ഇവർ കളിക്കുന്ന ചില കളികളുണ്ട്. അതൊരു ഒന്നൊന്നര കളികൾ തന്നെയായിരിക്കും. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആ കളി ഉള്ളത് കൊണ്ടാണ് അവിടെയൊക്കെ ജനജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയായി കഴിഞ്ഞതെന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ശോഭാ സുരേന്ദ്രൻ അവർ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട്, അതായത് അവർക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ വിനയായി പോയിട്ടുള്ളത്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, BJPയുടെ ഒരു പ്രതിനിധി പറയുന്ന കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ന്യായീകരണം നോക്കണല്ലോ. ഒരു സാരിയും പിടിച്ചൊരു ഫോട്ടോ എടുത്താൽ ഇത് സാരി വിതരണം ചെയ്യുന്നതാണ്. നിങ്ങൾ ആദ്യം ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുകയാണ്, പൈസ BJPയുടെ പ്രതിനിധിയോ അവർക്ക് പൈസ കൊടുത്തു എന്നുള്ള ദൃശ്യം നിങ്ങൾ ഈ നിമിഷം കാണിക്കാൻ തയ്യാറാണോ? അത് ഞങ്ങളുടെ ദൃശ്യമല്ല, അത് AI ആണോ? അത് AI ആണ്, അങ്ങനെയും പറ. അല്ലാതെ പിന്നെ ഓരെന്താ പറയേണ്ടത്? അത് AI ആണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്ക്. അത് ശോഭാ സുരേന്ദ്രൻ ഒന്നുമല്ല, ആ സാരി എടുത്തു പോയത് AI ആണെന്നങ്ങ് പറ. അങ്ങനെയല്ലേ നല്ലത്. അത് AI ചിത്രീകരണമാണെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞൂടെ? എന്തിനിങ്ങനെ വീണെടുക്കുക കിടന്ന് ഉരുളുന്നത് എന്തിനാ? എന്നിട്ട് ശബ്ദം ഉണ്ടാക്കുക. നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുക. AI ആണെന്ന് പറഞ്ഞു ഒഴിവാക്കിയാൽ പോരെ? ഇപ്പം എല്ലാവരും അങ്ങനെയല്ലേ പറയുന്നത്. ഏത് കേസ് പെട്ട് കഴിഞ്ഞാൽ അത് AI ആണ്. അതുപോലെ തന്നെ കേസുകളിൽ പെട്ട് കഴിഞ്ഞാൽ അത് AI ആണ്. നമ്മുടെ സ്വകാര്യ വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് AI ആണ്. അങ്ങനെയല്ലേ എല്ലാവരും പറയുന്നത്. അതുപോലെ ചെയ്യ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കടന്നിട്ട് ഇങ്ങനെ വീണെടുത്ത് കൊടുക്കുന്ന ഉരുളല്ല. ഒരു സാരി കൊടുത്തു കഴിഞ്ഞാൽ സാരി കൊടുക്കലാവോ? സാരി കയ്യിൽ പിടിച്ചാന്ന് കഴിഞ്ഞാൽ സാരി കയ്യിൽ പിടിക്കാനാവോ? ഈയിടോ ഞാനൊരു കാര്യം പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് എന്ന് പറയുന്ന പല ആൾക്കാരും പല വിധത്തിലും ജയിക്കാൻ വേണ്ടി നോക്കുന്നത് സ്വാഭാവികമാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടേ ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഏത് പാർട്ടിക്കാരനായി കഴിഞ്ഞാലും പൈസ കൊടുത്ത് ജയിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം ആ പൈസ ഈടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും ജനങ്ങളെ കൊള്ളയടിക്കുക ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത്, ജനങ്ങളാണ് ജാഗ്രത പാലിക്കേണ്ടത്. ഒരു പാർട്ടിക്കാർ പോലും പൈസ തരുന്നില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ജനങ്ങളാണ്. നമ്മുടെ പൈസ നമ്മളെടുക്കുന്ന കൊള്ളയടിക്കുക പിന്നെ ഇവര്. അതാരായി കഴിഞ്ഞാലും ഇപ്പോഴും എന്ന് പറഞ്ഞത് കണ്ടപ്പോഴും ഞെട്ടിപ്പോയി. അപ്പൊ ചില ആൾക്കാർ അതിൻ്റെ അടിയിൽ കമന്റ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും ഇപ്പോഴൊന്നും അല്ല, ഇതൊക്കെ പണ്ടേ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവരതൊക്കെ മുതലാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ ജനപ്രതിനിധികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ പൈസ ഉള്ളവര് തന്നെയാണ്, ഇല്ലാത്തവരൊന്നും ഇല്ലാട്ടാ. ഇനിയിപ്പം നമുക്ക് അടുത്തത് ആരെങ്കിലും പറയുന്നുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. കുറേ ആൾക്കാർ ഇങ്ങനെ ഇതിൻ്റെ പുറകെ തന്നെയാണ്. ഇപ്പം ശോഭ ചേച്ചി 2 മണിക്കൂർ മുമ്പ് എന്തോ പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് നോക്കിയിട്ട് വരാം. വളരെ വേദനയോടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷം നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. പിരായിരി പഞ്ചായത്തിൽ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അവിടുത്തെ ആളുകൾക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒരു ക്യാൻസർ പേഷ്യന്റ് അദ്ദേഹത്തിന്റെ കുടുംബവും ചേർന്ന് നമ്മളെ കാണാൻ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് സാമുദായിക സംഘടനയുടെ പല നേതാക്കന്മാരുടെയും വീട്ടിൽ കയറുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എന്റെ ജോലി. എന്നാൽ വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ്, നിങ്ങൾ കേരളം മുഴുവൻ മാധ്യമ പ്രവർത്തകര് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയുന്നതിന് മുൻപ് ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിൽ പണം കൊടുക്കുന്ന ഒരാളാക്കി എന്നെ വേട്ടയാടാൻ നിങ്ങൾ പരിശ്രമിച്ചതിന്റെ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ശോഭ ചേച്ചിയെ വേട്ടയാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വേട്ടയാടേണ്ട തരത്തിലുള്ള ഒരു പ്രതികാരമൊന്നും ഇവിടെയുള്ള
ഒരു മാധ്യമ പ്രവർത്തകർക്കും ശോഭയോടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ശോഭ എങ്ങനെയെങ്കിലും ജയിക്കുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷം മാത്രമേ മിക്കവാറും ആൾക്കാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ച് പ്രതിച്ഛായയും കാര്യങ്ങളൊക്കെയുള്ള വ്യക്തി തന്നെയാണ്. അതാണിപ്പോൾ ഉടച്ചിരിക്കുന്നത്. കലൗട്ട് ഉടച്ചതെന്ന് അറിയില്ലേ, വെള്ളം കോരിയിട്ട് വൈകോളം വെള്ളം കോരിയിട്ട് കലൗട്ട് ഉടച്ചു. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ബാക്കി ശോഭ ചേച്ചി പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒന്ന്, രണ്ടാമതായിട്ട് പാലക്കാടിലെ വോട്ടർമാരെ മുഴുവൻ നിങ്ങൾ അപമാനപ്പെടുത്തി. കാരണം പാലക്കാടിലെ വോട്ടർമാർ പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അത് ശരിയല്ലല്ലോ. പാലക്കാടുള്ള വോട്ടർമാരെ മുഴുവൻ അപമാനപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ഇതിൽ മുന്നേയും തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ എന്താ പറയേണ്ടത്, തെരഞ്ഞെടുപ്പുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അവിടെയൊന്നും പാലക്കാടുകാർക്ക് അങ്ങനെ ഒരു നാണക്കേട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴേ നാണക്കേട് ഉണ്ടാക്കിയത് ആരാണെന്ന് ചേച്ചി തന്നെയാണല്ലോ പറയേണ്ടത്. വേറെ ആരും വന്നിട്ട് അവിടെ ഒരു നാണക്കേട് ഉണ്ടാക്കിയിട്ടില്ല. അത്രയും സംപ്രേഷണം ചെയ്തത് 1 മണിക്കൂറിലധികം സമയം ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതൽ, നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കണം, ആ ഓട്ടോ സ്റ്റാൻഡ് മുതൽ 1 മണിക്കൂറിലേറെ സമയം ഈ കാറ് എന്നെ ഫോളോ ചെയ്യുകയാണ്. ആ കാറിനകത്ത് 2 ചെറുപ്പക്കാർ ബാക്കിലിരിക്കുകയാണ്. ആ ഫോളോ ചെയ്യുന്ന കാർ എന്തിനാണെന്ന് ചോദിക്കാനുള്ള സാമാന്യ മര്യാദ നിങ്ങൾക്കില്ലേ? അവരിനി നിങ്ങളെ ഫോളോ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പൈസ കൊടുക്കാനാണ് വന്നത് എന്നുള്ള എന്തെങ്കിലും ഒരു രഹസ്യ വിവരം അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാകുന്നതോ വിജയിക്കുന്നതോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും സ്വന്തം പാർട്ടിയിലുള്ള എത്ര പേർക്ക് ഈ ഇഷ്ടം കാണും? അതാണ് മനസ്സിലാക്കേണ്ടത്. സ്വന്തം പാർട്ടിയുള്ള ആൾക്കാർക്ക് വരെ ഇഷ്ടം കാണില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തൂത്തെറിയാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് എനിക്ക് ബലമായ സംശയം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം സ്വന്തം പാർട്ടിക്കാരാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. സ്ത്രീ തല മുഖം മറച്ച് ഒരു സ്ത്രീ ഫ്രണ്ടിൽ ആ കാറിലിരിക്കുകയാണ്. ഒരാൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്റ്റോപ്പിലും ഓരോ വീടിന്റെ മുന്നിലും ഞാൻ ഇറങ്ങുമ്പോൾ ആ കാറ് എന്റെ പിറകിൽ നിൽക്കുകയാണ്. എന്റെ ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ആ കാറ് ശോഭാ സുരേന്ദ്രനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ ദിവസം? ആ കാറിന്റെ ഫോട്ടോ ഞാൻ പുറത്തിറങ്ങി. ആ കാറിന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്പർ എന്റെ കയ്യിലുണ്ട്. രണ്ടാമതായിട്ട് ഇന്നലെ തന്നെ പാലക്കാടിലെ ജില്ലാ കളക്ടറുമായി ഞാനിപ്പോ സംസാരിച്ചു. പാലക്കാടിന്റെ ജില്ലാ കളക്ടറുമായി ഞാൻ ഇപ്പോ അല്പസമയം മുമ്പ് സംസാരിച്ചു. അപ്പൊ ജില്ലാ കളക്ടർ എന്നോട് പറഞ്ഞത് ഇന്നലെ തന്നെ ശോഭാ സുരേന്ദ്രൻ പൈസ വോട്ടർമാർക്ക് കൊടുക്കുന്നതായിട്ടുള്ള പരാതി കളക്ടറുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യം അത് ശരി. അപ്പൊ പരാതിയും പോയിട്ടുണ്ട്. അപ്പൊ ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുക്കുന്നതിനുള്ള പരാതി പോയിട്ടുണ്ട്. അപ്പൊ ചെറുപ്പക്കാർ ചെയ്ത് തന്നെയല്ലേ ശരി? ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ എന്ന് അവർ അന്വേഷിച്ചു വന്നത് തന്നെയായിരിക്കാം. അവരത് അന്വേഷിച്ചു വന്നു, അവരത് കണ്ടുപിടിച്ചു. അത്രയല്ലേ ഉള്ളൂ. അത്രേ. അല്ലാതെ ഇപ്പൊ വേറെ എന്തെന്നാണ് ഇപ്പോ ഇനിയിപ്പോ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചെറുപ്പക്കാർക്കെതിരെ കേസ് കൊടുക്കാലോ. അതല്ലേ നല്ലത്? ആ ചെറുപ്പക്കാർക്കെതിരെ കേസ് കൊടുത്തിട്ട് അവരെ പിടിച്ചുള്ളിലിടുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വീണെടുക്കുന്ന ഉരുളേണ്ട ആവശ്യമുണ്ടോ? പരാതി തയ്യാറാക്കി, അത് കളക്ടർക്ക് കൊടുത്തു, ഫ്ലൈയിങ് സ്ക്വാഡിനെ റെഡിയാക്കി, പിന്നെ ഒരു കഥ തയ്യാറാക്കി. ഇതെല്ലാം ചെയ്തതിനു ശേഷമാണ് ആ കാറിലെ ചെറുപ്പക്കാർ, കാറിന്റെ മുൻസീറ്റിൽ ഇരുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേരും ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരല്പസമയം വൈകിയത്. ഒരു മാധ്യമം ഞാൻ വരുന്നതിന് മുൻപ് തന്നെ നടയടി തുടങ്ങി. ശോഭാ സുരേന്ദ്രന് പാലക്കാട് ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടയടി നടത്തിക്കൊണ്ടാണ് എന്നെ സ്വീകരിച്ചത്. അതേ മാധ്യമം തന്നെയാണ് ഇന്ന് മീഡിയ ഗ്രൂപ്പിൽ പോസ്റ്റ് ആദ്യം ഇടുന്നത്. അപ്പോ ഒരാൾ കഥയുണ്ടാക്കുന്നു, തിരക്കഥ വേറൊരാൾ അതിന് സഹായം ചെയ്തു കൊടുക്കുന്നു, അതൊരു മീഡിയ പ്രവർത്തകൻ പോസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഒരല്പമെങ്കിലും ഒരു മര്യാദ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്. ഒരു ചെറിയ എന്റെ ഭാഗം കേൾക്കാൻ, എന്താണ് ആ റോഡിൽ ഉണ്ടായത്, എന്താണ് സംഭവിച്ചത് എന്ന് പോലും എന്റെ ഭാഗം കേൾക്കാതെ ഇന്ന് കേരളത്തിൽ ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം അങ്ങേയറ്റം എന്നെ വ്യക്തിപരമായി അപമാനിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഈ വാർത്ത കൊടുത്തത്. ഈ വാർത്തയെ തുടർന്ന് എന്ത് സംഭവിച്ചു? നിങ്ങൾ എല്ലാവരും ആ അമ്മയെ കാണാൻ പോയി. ആ അമ്മയെ കാണാൻ പോയി. അല്ല, അപ്പൊ ഞാൻ ഇപ്പോഴും ചോദിക്കുകയാണ്, നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടത് തെറ്റാണെന്നാണ് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി പറയുന്നത്. അതായത് നമ്മൾ കണ്ടതൊന്നും സത്യമല്ല, നമ്മൾ കണ്ടതൊക്കെ ഫേക്ക് ന്യൂസ് ആണെന്നാണ് പറയുന്നത്. അത് തെളിയിച്ചു തരേണ്ട ബാധ്യത ഇവർക്കുണ്ട്. അതായത് അമ്മയുടെ വർത്തമാനങ്ങൾ നമ്മളെല്ലാവരും കേട്ടതാണ്. അമ്മ കൃത്യമായിട്ടും ഉരുണ്ട് കളിക്കുകയാണ്.
എനിക്കൊന്നും തന്നിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതെൻ്റെ കയ്യിലുള്ള പൈസയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഉരുണ്ട് കളിക്കുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. അതുവരെ ശോഭാ സുരേന്ദ്രൻ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇടപെടാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട്. ഏതായാലും ശോഭാ സുരേന്ദ്രൻ അവിടെ പെട്ടു എന്നുള്ള തരത്തിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത്. ഒരു സംശയവുമില്ല ശോഭാ സുരേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവിക്ക്, അല്ലെങ്കിൽ ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ആരോപണം തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.